വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും UGC നെറ്റ് JRF കോമേഴ്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും UGC നെറ്റ് JRFൽ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള എക്സാമിൽ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ള ഏരിയ. ക്വാളിറ്റി സർക്കിൾ നമ്മൾ പല ജാപ്പനീസ് മാനേജ്മെന്റ് ടെക്നിക്ക് കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ളത്. ഒരുപാട് കെയ്സൻ, അതുപോലെ തന്നെ നമ്മൾ വേറെ കുറേ 6 സിഗ്മ ഇതുപോലെയുള്ള കുറേ സ്ട്രാറ്റജീസും ടെക്നിക്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി സർക്കിൾ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി സർക്കിൾ ഇസ് എ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഗെയിനിങ് മോർ ആൻഡ് മോർ പോപ്പുലാരിറ്റി. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു ഫോക്കസ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് മാനേജ്മെന്റിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷണൽ ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ആ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു സർക്കിൾ ആയിട്ടാണ്. സർക്കിൾ എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും നമുക്ക് അതിൽ തിരിച്ചറിയാൻ പറ്റില്ല. അത് സർക്കിളാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിലെപ്പോഴും ത്രൂ ഔട്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. സോ the concept of quality circle was emerged from quality control. Quality control എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ള കാര്യം വന്നത്. ആൻഡ് was introduced in the Japanese industries. ജാപ്പനീസ് ഇൻഡസ്ട്രീസിലാണ് ഇത് ആദ്യമായിട്ട് നിലവിൽ കൊണ്ടുവന്നിരുന്നത്. The quality circle in its present form was introduced by Koro Ishikawa. ഇന്നത്തെ ഫോം ഇത് കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് വേറെ 2 ആൾക്കാരാണ്. ഇന്നത്തെ ജോസഫ് മൂറാൻ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ്. ഇന്നത്തെ ഫോമിലോട്ട് അതാക്കിയിരിക്കുന്നത് കോറോ ഇഷിക്കോവ. അയാൾക്കാണ് ക്വാളിറ്റി സർക്കിളിന്റെ ക്രെഡിറ്റ് പോയിരിക്കുന്നത്. എ ജാപ്പനീസ് കെമിക്കൽ എഞ്ചിനീയർ ഇൻ 1962 ഇത് കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇൻ ഇന്ത്യ ദ ക്വാളിറ്റി സർക്കിൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ബൈ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ബെല്ലാണ് കൊണ്ടുവന്നിരുന്നത്. 1980s ക്വാളിറ്റി സർക്കിൾ എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. ഇനി എന്താണ് ഇതിന്റെ ഡെഫിനേഷൻ നോക്കൂ. ഇറ്റ്സ് എ ക്വാളിറ്റി സർക്കിൾ ഇസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ സെയിം വർക്ക് ഏരിയ or doing a similar type of work who voluntarily meet regularly for about an hour every week to identify, analyze and resolve work related problems leading to improvement in their quality performance and enrichment of their work life. This is the definition for quality circle. അപ്പോൾ നമ്മൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനില്ല. എങ്ങനെയാണെന്ന് നോക്കൂ. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ സെയിം വർക്ക് ഏരിയ. ഒരു ജോലി ചെയ്യുന്ന ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്, സ്മോൾ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു 6 to 12 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓർ ഡൂയിങ് സിമിലർ ടൈപ്പ് ഓഫ് വർക്ക്, സിമിലർ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോ ജോയിൻ ചെയ്യുന്നു. അതായത് ഒരു സർക്കിളായിട്ട് രൂപം കൊള്ളുന്നു. ഹു വോളണ്ടറിലി മീറ്റ് റെഗുലർലി ഫോർ അബൌട്ട് ആൻ അവർ എവറി വീക്ക്. അതായത് എല്ലാ ആഴ്ചയും ഇവർ സ്വമേധയാണ് കേട്ടോ, ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല. വോളണ്ടറിലി മീറ്റ് റെഗുലർലി അബൌട്ട് ആൻ അവർ ഇൻ എവറി വീക്ക്. എല്ലാ ആഴ്ചയും 1 മണിക്കൂർ സമയം ഇവര് പരസ്പരം ഒത്തുചേർന്ന് വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നു. എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് നോക്കൂ. ടു ഐഡന്റിഫൈ, അനലൈസ് ആൻഡ് റിസോൾവ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത്, അതായത് വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, അതെങ്ങനെ അനലൈസ് ചെയ്യാം, അതിനെ വിശകലനം ചെയ്യുന്നു, അതെങ്ങനെ റിസോൾവ് ചെയ്യാം, അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യുന്നു. ഇതിന്റെ ലക്ഷ്യം എന്താ? ലീഡിങ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ ദർ ക്വാളിറ്റി പെർഫോമൻസ്. അതായത് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ എൻറിച്ച്മെന്റ് ഓഫ് ദർ വർക്ക് ലൈഫ്, അവരുടെ വർക്ക് ലൈഫ് എങ്ങനെ എൻറിച്ച് ചെയ്യാം, സമ്പുഷ്ടമാക്കാം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നോക്കൂ. A quality circle is a voluntary group of person having a common cause. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വോളണ്ടറി ആണ്. വോളണ്ടറി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഫോർ എ കോമൺ കോസ്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാരാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ചെറിയ ആൾക്കാരുടെ കൂട്ടാണ്. അതിൽ എത്ര പേരുണ്ടാവും? 6 മുതൽ 12 വരെയുള്ള ആൾക്കാരുണ്ടാവും. who normally work at the same place. ഒരു സെയിം പ്ലേസിൽ വർക്ക് ചെയ്യുന്നവരും ആൻഡ് ഡു സിമിലർ വർക്ക്, സെയിം ജോലി ചെയ്യുന്നവരുടെ കൂട്ടമായിരിക്കും. അവരായിരിക്കണം ഒരുമിച്ച് കൂടിയിരിക്കേണ്ടത്. ഇറ്റ് റെപ്രസെന്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇറ്റ് ഇൻറ്റൻസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഔട്ട്പുട്ട്. എന്താണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം? എങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെ മികച്ചതാക്കാം, എക്സൽ ഓഫ് അവർ പെർഫോമൻസ്, എങ്ങനെ നമ്മൾ പെർഫോമൻസ് മികച്ചതാക്കാം. ഇറ്റ് ഹാസ് നോ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഏജ്, സെക്സ് ആൻഡ് പൊസിഷൻ. അതായത് ഈ ഒരു ക്വാളിറ്റി സർക്കിളിൽ എല്ലാ വ്യക്തിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. അതായത് ഇന്ന ആൾക്ക് പ്രയോറിറ്റി, ഇന്ന ആൾക്ക് കൂടുതൽ ഫോക്കസ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ഇക്വാലൻ്റ് ആയിട്ടാണ് അവിടെ കാര്യങ്ങളെല്ലാം റൈറ്റ്സ് പോകുന്നത്. അതായത് എന്താ പറയുക, ഇപ്പോൾ മെയില് മാത്രം പറഞ്ഞാൽ മതി, ഫീമെയിൽ സംസാരിക്കേണ്ട, ചെറിയ ആൾക്കാർ എക്സ്പീരിയൻസ് കുറഞ്ഞവർ സംസാരിക്കേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവർ സംസാരിച്ചാൽ മതി, അങ്ങനെയൊന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ല. നോ സച്ച് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ദയർ. ഇറ്റ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഫോർ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻ ദ വർക്ക്ഷോപ്പ്. അതായത് എന്താ പറയുന്നത്, അതായത് ആൾക്കാരുടെ അവിടെ ജോലി ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പരസ്പരം എന്താ പറയുക, അതിനെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഫ്രീക്വന്റ് മീറ്റിംഗ്സ് ആൻഡ് ഡിസ്കഷൻ ഓഫ് മെമ്പേഴ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി. ഇങ്ങനെ ഒരു ക്വാളിറ്റി സർക്കിൾ ഉള്ളതുകൊണ്ട് പല പല മീറ്റിംഗ്സും, ഇതൊരു മീറ്റിംഗ്സ് ആണല്ലോ, പല പല മീറ്റിംഗ്സും പോസിബിൾ ആവുന്നു. ഓരോ മീറ്റിംഗിലും എന്താ സജഷൻസ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇതെല്ലാം വരുന്നു. അത് മുഖേന നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഐഡന്റിഫൈസ് ദ പ്രോബ്ലംസ് ഫസ്റ്റ്. ഇവിടെ ആദ്യം എന്താ നടക്കുന്നത്, പ്രോബ്ലം ആണ് ആദ്യം തിരിച്ചറിയുന്നത്. ആൻഡ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. ആദ്യം പ്രോബ്ലം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കണം, അത് കൊടുക്കുന്നു. ഓൾ ദ എഫേർട്സ് ഓഫ് ഇറ്റ് ആർ ഡയറക്റ്റഡ് ടുവാർഡ്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ഈ ക്വാളിറ്റി സർക്കിളിന്റെ എല്ലാ ആക്ടിവിറ്റീസും എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഒരിക്കൽ മാത്രം നടക്കേണ്ട കാര്യമില്ല, റെഗുലർ ആയിട്ട് നടക്കണം. കൃത്യമായിട്ട് ഓരോ പീരിയഡിലും കൃത്യമായിട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടക്കണം. അതായത് ഇന്ന് ഞാൻ നന്നായി നാളെ നന്നാവില്ല, അങ്ങനെ പാടില്ല, റെഗുലർ ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ. എന്തൊക്കെയാണ് ക്വാളിറ്റി സർക്കിളിലെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്? ടു ഇംപ്രൂവ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് വർക്കേഴ്സ് മൊറൈൽ. അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം, എംപ്ലോയീസ് തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും, അതുപോലെ എംപ്ലോയീസിന്റെ മൊറൈൽ, അതായത് മൊറൈൽ എന്ന് വെച്ചാൽ എന്താ പറയാ, മെന്റൽ കണ്ടീഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ വില്ലിംഗ്നെസ് ടു കോപ്പറേറ്റ്. അതായത് എന്താ പറയുന്ന, ഒരു സ്ഥാപനമായി സഹകരിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, ഒരു താല്പര്യം അവരുണ്ടാക്കിയെടുക്കുക, അതിനെയാണ് നമ്മൾ മൊറൈൽ എന്ന് പറയുന്നത്. ഈ മൊറൈൽ ഉണ്ടാക്കാനും ഈ ക്വാളിറ്റി സർക്കിൾ നമ്മൾ സഹായിക്കുന്നു. ടു റിയലൈസ് ആൻഡ് സാറ്റിസ്ഫൈ പീപ്പിൾസ് നീഡ്സ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഈ ക്വാളിറ്റി സർക്കിൾ ഉള്ളതുകൊണ്ട് ഓരോ ആൾക്കാരെയും അവരുടെ ആവശ്യങ്ങൾ എന്താണ്, എന്തുമാത്രം അവർക്ക് ആവശ്യങ്ങളുണ്ട്, അതെങ്ങനെ മീറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ ടു പ്രൊമോട്ട് പാർട്ടിസിപ്പേറ്റീവ് കൾച്ചർ. പാർട്ടിസിപ്പേറ്റീവ് കൾച്ചർ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, എല്ലാവർക്കും അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് ക്വാളിറ്റി സർക്കിൾ നടക്കുന്നത്. ടു എൻഹാൻസ് ജോബ് ഇൻട്രസ്റ്റ്. അതായത് ജോലിയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ടു മേക്ക് ടീം വർക്ക് മോർ എഫക്റ്റീവ്. എങ്ങനെയാണ് എല്ലാവരും ഈ കൂടിയിട്ടുള്ള ഈ ക്വാളിറ്റി സർക്കിളിലുള്ള ആൾക്കാർ തമ്മിലുള്ള എങ്ങനെയാണ് ടീം വർക്ക്, അതായത് ഇവർ പരസ്പരം തമ്മിൽ എന്താ പറയാ മിങ്കിൾ ചെയ്യുന്ന എങ്ങനെയാണ്, ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ, ഒരു ടീം വർക്ക് ഉണ്ടാക്കാൻ ക്വാളിറ്റി സർക്കിൾ സഹായിക്കുന്നു. അതുപോലെ ടു റെഡ്യൂസ് ഡിഫെക്ട്സ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. നമ്മൾ ജാപ്പനീസ് മാനേജ്മെന്റ് ടെക്നിക്കുകളുടെ എല്ലാം പുറകിലെ ഉദ്ദേശം എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ആണ്. അതായത് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഡിഫക്ട്സ് പാടില്ല. ഇപ്പോൾ ലക്ഷങ്ങളിൽ 1-2 ഡിഫക്റ്റ് പാടുള്ളൂ, അങ്ങനെ അത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ടീഷൻ, സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഡിഫക്ട്സ് കുറച്ചിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് ഒരു സർക്കിളായിട്ടിരിക്കുമ്പോൾ, ഒരു ക്വാളിറ്റി സർക്കിളായിട്ടിരിക്കുമ്പോൾ ആ മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആനായിട്ട്, അതാണ് നമ്മൾ പറയുന്നത് സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായാലുള്ള പ്രത്യേകത എന്താ? കമ്മ്യൂണിക്കേഷൻ കുറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് ആണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാന്നുള്ളത്. ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ ടു എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. ഈ മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം ഒരു ധാരണ ഉണ്ടാവും. ഇന്ന ആൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടി, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാം, എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ ടു എൻകറേജ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രോബ്ലം പ്രിവെൻഷൻ. എങ്ങനെയാണ് പ്രോബ്ലംസ് എല്ലാം തടയുക, പ്രിവെന്റ് ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ടു പ്രൊമോട്ട് പേഴ്സണൽ ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. അതായത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു കാര്യം കണ്ടെത്തി, ഒരു കാര്യം ഇങ്ങനെ ചെയ്തു, മറ്റുള്ളവരെയും നമ്മൾ ഇതിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതായത് അവരെ നമ്മൾ ലീഡർഷിപ്പ് കൊടുക്കണം. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും, ഈ ഔട്ട്പുട്ട് കിട്ടും, അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അവരെ ഇൻഡ്യൂസ് ചെയ്യുക.
ടു ഡെവലപ്പ് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക. അതായത് ചിലപ്പോൾ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിനെ ഒപ്റ്റിമിസ്റ്റിക് ആക്കാനായിട്ട് ഈ ക്വാളിറ്റി സർക്കിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടു പ്രൊമോട്ട് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മോട്ടിവേഷൻ ആൻഡ് മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ്. അതായത് സെൽഫ് ഡിസിപ്ലിൻ, സ്വയം നമ്മളിൽ നിന്നൊരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുന്നു, അതെല്ലാം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ്, പരസ്പരം പ്രോബ്ലം സോൾവിങ്, പരസ്പരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നു ക്വാളിറ്റി സർക്കിൾ. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി സർക്കിൾ ആണ് പറയുന്നത്. ഈ ക്വാളിറ്റി സ്ട്രക്ചറിനെ നമ്മൾ 5ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ടോപ്പ് മാനേജ്മെന്റ്, പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി വരുന്നുണ്ട്, ഫെസിലിറ്റേറ്റർ ഉണ്ട്, ലീഡർ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ടോപ്പ് മാനേജ്മെന്റ് നോക്കൂ. ടോപ്പ് മാനേജ്മെന്റ് ആണ് ഈ ക്വാളിറ്റി സർക്കിളിന് ഏറ്റവും ഏണസ്റ്റ് സപ്പോർട്ട്, ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് കൊടുക്കണം. ദ ഏണസ്റ്റ് സപ്പോർട്ട് ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ക്വാളിറ്റി സർക്കിൾ. ഇങ്ങനെ ഒരു ക്വാളിറ്റി സർക്കിൾ, അതായത് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത്, അതായത് കമ്പൈൻ ചെയ്തിരിക്കണമെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന്റെ ആദ്യം സപ്പോർട്ട് വേണം. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഹെഡ്സ്. സ്റ്റിയറിംഗിന്റെ പ്രത്യേകത എന്താ? നമ്മൾ തിരിക്കണ്ടേ ഓരോ വഴിയിലോട്ടും തിരിച്ചു വിടാനായിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഹെഡ്സ് ഓഫ് മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് സെറ്റ്സ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ ദ ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സിനെയാണ്, അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പല പല ഹെഡ്സ്, പല പല ഡിപ്പാർട്ട്മെന്റ്സ് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡിനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്താണ് വരുന്നത് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. Facilitator is a senior official responsible for facilitating and guiding quality cycle activities in his area. ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്റെ കീഴിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അതായത് സീനിയർ ഒഫീഷ്യൽ ആയിരിക്കും. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ക്വാളിറ്റി സർക്കിൾ ഉണ്ടാക്കാനായിട്ട് ഫെസിലിറ്റേറ്റ് സഹായിക്കുന്നു, അതുപോലെ ഗൈഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യൂ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഈ ഫെസിലിറ്റേറ്ററിന്റെ കീഴിൽ വരുന്ന ആളാണ് ലീഡർ. ഫെസിലിറ്റേറ്ററിന് എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ടീമിലും ഓരോ ക്വാളിറ്റി സർക്കിളും ഒരു ലീഡറിനെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ ലീഡറിന്റെ പ്രത്യേകത നോക്കൂ. ഈച്ച് ക്വാളിറ്റി സർക്കിൾ വിൽ ഹാവ് എ ലീഡർ. ഹി എൻകറേജസ് ദ മെമ്പേഴ്സ് ടു ഹാവ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സർക്കിൾ ആക്ടിവിറ്റീസ്. അതായത് ഈ ലീഡേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സർക്കിളിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നത്. അതായത് ആരും മ്യൂട്ടായിട്ടിരിക്കാൻ പാടില്ല, കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തണം. ആ സർക്കിളിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരെയും ഒപ്പീനിയൻ കളക്ട് ചെയ്യുക, അവരെ കൊണ്ട് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ലീഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ മെമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ലീഡർ അല്ലാത്ത ആ ക്വാളിറ്റി സർക്കിളിലുള്ള ബാക്കി എല്ലാ ആൾക്കാരെയാണ് നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഹു ഹാവ് വോളണ്ടറിലി ഫോംഡ് ക്വാളിറ്റി സർക്കിൾ. അതായത് സ്വമേധയാ ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെയാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദ മെമ്പേഴ്സ് ആർ ദ കോർ ഓഫ് ദ ക്വാളിറ്റി സർക്കിൾ. ഒരു ക്വാളിറ്റി സർക്കിളിന്റെ എസെൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ സത്ത് എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നതാണ്. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, ഫെസിലിറ്റേറ്റർ ഉണ്ട്, ലീഡർ ഉണ്ട്, മെമ്പർ ഉണ്ട്. ടോപ്പ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ടീം. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്. ഫെസിലിറ്റേറ്റർ എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ, ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. ലീഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സർക്കിളിലെ കൂട്ടത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് ലീഡർ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവർ മെമ്പേഴ്സ്. ഇതാണ് ക്വാളിറ്റി സർക്കിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി സർക്കിൾ സ്ട്രക്ചറിൽ നമുക്ക് MCQ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഒരു 3-4 തന്നിട്ട് ഇതിൽ അല്ലാത്തത്, അതായത് ഈ സ്ട്രക്ചറിൽ ഉൾപ്പെടാത്തവർ ആരാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടവർ ആരാണ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചർ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ക്വാളിറ്റി സർക്കിളിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ ആക്ടിവിറ്റീസ് ആർ ന്യൂമറസ്. ഒരുപാട് ബെനിഫിറ്റ്സ് ക്വാളിറ്റി സർക്കിളിനുണ്ട്. ബോത്ത് അറ്റ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ലെവൽ. വ്യക്തിപരമായിട്ടും ഓർഗനൈസേഷൻ ലെവലിലും ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി സർക്കിൾസ് ബ്രിങ് അബൌട്ട് ബോത്ത് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. അതെന്തൊക്കെയാണ് നമുക്കിനി നോക്കാം. ജൂൺ 2025 നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട്.
6 മാസത്തെ ബാച്ചാണ്. അതായത് നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങി അടുത്തൊരു ബാച്ചിലോട്ടുള്ള നമ്മുടെ ജേണിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ഇവിടെ നിന്ന് ലഭ്യമാണ്. ഇൻ ആപ്പ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് റെക്കോർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണോ ക്ലാരിഫിക്കേഷൻ വേണ്ടത് അതിന് പ്രത്യേകമായിട്ടുള്ള 1-to-1 ക്ലാസ്സസ് ലഭ്യമാണ്. മെന്ററിങ് അവൈലബിൾ ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ഇനി നമ്മൾ ക്വാളിറ്റി സർക്കിളിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അതായത് നോക്കാം, മേക്കിംഗ് വർക്ക് മോർ ഈസി, നമ്മുടെ ജോലി എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ക്രിയേറ്റിംഗ് അവയർനെസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ വർക്കേഴ്സിന് എത്രമാത്രം അവരുടെ കപ്പാസിറ്റി ഉണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് കഴിവുണ്ട്, ചെയ്യാനുള്ള കഴിവുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അമംഗ് ദ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. വർക്ക് സേഫ് ആയിട്ട് എങ്ങനെ വർക്ക് നല്ല സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റുന്നു. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റുന്നു. ഇതെല്ലാമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ജാപ്പനീസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഡിഫക്ട്സ് കുറയ്ക്കുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം ഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് നോക്കിയാണെങ്കിൽ എംപ്ലോയീസിനെ മൊറയിൽ കൂട്ടാൻ പറ്റുന്നു. അത് മൊറയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ഡെവലപ്പിംഗ് പേഴ്സണൽ കേപ്പബിലിറ്റീസ്, ഓരോ വ്യക്തികളുടെയും കഴിവുകൾ, പേഴ്സണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നു. ഹ്യൂമൻ റിലേഷൻസ്, ആളുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നു. വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ചെയ്യുന്നു. മേക്ക് യൂസ് ഓഫ് ദ ബ്രൈറ്റ് ഐഡിയാസ് ഓഫ് വർക്കേഴ്സിന്റെ നല്ല ഐഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ക്വാളിറ്റി സർക്കിളിന്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് വരുന്നത്. ഇനി എങ്ങനെയാണ് ക്വാളിറ്റി സർക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ടീച്ചിങ് ക്വാളിറ്റി സർക്കിൾ ഫിലോസഫി ആൻഡ് മെത്തഡോളജി. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ എംപ്ലോയീസിനോട് പറയാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഓറിയന്റേഷൻ കൊടുക്കണം. അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഫെസിലിറ്റീസ്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു കൊടുക്കണം. അതിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്താന്നുള്ള ഫിലോസഫി ആദ്യം മനസ്സിലാക്കണം. മെത്തഡോളജി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. The workers must be explained the fundamentals of quality circle philosophy. എങ്ങനെയാണ് ക്വാളിറ്റി സർക്കിൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ എത്രമാത്രം സക്സസ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കാം. The concepts and benefits of quality circle must be made popular to them. അവരെ എംപ്ലോയീസിന് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. The workers should be allowed to clear their doubts about quality circle. ഈ എംപ്ലോയീസിന് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ക്വാളിറ്റി സർക്കിൾ, ആദ്യം നമ്മൾ ഒരു ഓറിയന്റേഷൻ കൊടുത്തതിന് ശേഷം ക്വാളിറ്റി സർക്കിൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. വൺസ് എംപ്ലോയീസ് ആർ മെന്റലി പ്രിപ്പയർഡ് ഫോർ ക്വാളിറ്റി സർക്കിൾ മെത്തഡോളജി, ഒരിക്കൽ എംപ്ലോയീസ് മെന്റലി പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ക്വാളിറ്റി സർക്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, ദേ ഷുഡ് ബി എൻകറേജ് ടു ഫോം ക്വാളിറ്റി സർക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് പെർഫോമിംഗ് സിമിലർ വർക്ക്. അതായത് അവരോട് പറയണം, എംപ്ലോയീസിനോട് പറയണം, സിമിലർ ജോലി ചെയ്യുന്നത്, സെയിം ആയിട്ടുള്ള ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അവരോടൊരു സർക്കിൾ ഫോം ചെയ്യാൻ പറയണം. വൺസ് ദ ക്വാളിറ്റി സർക്കിൾ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഒരിക്കൽ സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. അത് കൃത്യമായിട്ട് നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് മാനേജ്മെന്റിന്റെ സപ്പോർട്ട് കൃത്യമായിട്ട് ഇവിടെ വേണമെന്ന്. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്വാളിറ്റി സർക്കിൾ ടോപ്പ് മാനേജ്മെന്റ് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകണം. ഇനിയും അനാലിസിസ് ഓഫ് ക്വാളിറ്റി പ്രോബ്ലംസ്, അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ട് നോക്കണം. നോക്കൂ, ദ മെമ്പേഴ്സ് ഓഫ് എ ക്വാളിറ്റി സർക്കിൾ മീറ്റ് പീരിയോഡിക്കലി, ഒരു കൃത്യമായ ഇടവേളകളിൽ മെമ്പേഴ്സ് മീറ്റ് ചെയ്യണം. ദേ കളക്ട് ഡേറ്റ, അനലൈസ് ദ സെയിം, അവർ പലതരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇൻഫർമേഷൻ എവിടെ നിന്ന് കളക്ട് ചെയ്യും? പാസ്റ്റ് റെക്കോർഡ്സ്, എംപ്ലോയി സജഷൻസ് ആൻഡ് കസ്റ്റമർ സജഷൻസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അനലൈസ് ചെയ്യാനായിട്ട്, ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ഡേറ്റ ഉപയോഗിക്കുന്നത് വെച്ചാൽ പഴയ മുൻകാല റെക്കോർഡ്സിൽ നിന്ന്, അതുപോലെ എംപ്ലോയീസിന്റെ സജഷൻ, കസ്റ്റമേഴ്സിന്റെ സജഷൻ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ദിസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പ്രോബ്ലംസ് ദാറ്റ് ഹിൻഡർ ക്വാളിറ്റി. ഈ ഡേറ്റയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റിനെ തടയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അടുത്താണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്.
The members discuss the problems in detail. Members പ്രോബ്ലംസ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സ്യൂട്ടബിൾ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ പ്രോബ്ലം സോൾവിങ്. എന്നിട്ട് ഏത് മെത്തേഡാണോ ഉപയോഗിക്കേണ്ടത് ആ മെത്തേഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. Each member puts forth suggestions and final decisions are taken through consensus. അതായത് എല്ലാ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് സജഷൻ വാങ്ങുന്നു. ഫൈനൽ ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഈ മെമ്പേഴ്സിന്റെ ഈ ക്വാളിറ്റി സർക്കിളിലെ മെമ്പേഴ്സിൽ നിന്നെല്ലാം യുണാനിമസ്ലി, അതായത് എന്താ പറയുക, ഇവരെല്ലാവരും ഒരുപോലെ യോജിച്ച ഒരു കാര്യമായിരിക്കും ഫൈനൽ ഡിസിഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നല്ല, എല്ലാവർക്കും പരസ്പരം എഗ്രി ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തുന്നു. ഇനി പ്രസന്റേഷൻസ് ആൻഡ് അപ്രൂവൽ ഓഫ് സജഷൻസ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്വാളിറ്റി സർക്കിളിൽ ഫോം ചെയ്തിട്ടുള്ള സജഷൻസ് എന്തെല്ലാം ആർക്ക് കൊടുക്കണം? ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കണം. അതെങ്ങനെയായിരിക്കും നോക്കൂ. ദ ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സ് പ്രസന്റ് ദെയർ സജഷൻസ് ടു മാനേജ്മെന്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്. അതായത് സജഷൻസ് മാനേജ്മെന്റിന് കൊടുക്കണം. അത് ഏത് തരത്തിൽ വേണമെങ്കിലാകാം. ഓറൽ പ്രസന്റേഷൻ ആയിരിക്കാം, വായ കൊണ്ട് പറയുന്നതായിരിക്കാം, പ്രൊജക്ട് റിപ്പോർട്ട്സിന്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിലായിരിക്കണം. They try to convince the management and seek active involvement. ഈ ക്വാളിറ്റി സർക്കിളിന്റെ സജഷൻസ് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, അവർക്കത് ബോധ്യപ്പെട്ടിരിക്കണം. മാനേജ്മെന്റ് അപ്രൂവ്സ് ദ സജഷൻസ് ആൻഡ് പ്രിപ്പയർസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. മാനേജ്മെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഈ സജഷൻസ് എല്ലാം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ? പുട്ടിംഗ് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. അറ്റ് ദിസ് സ്റ്റേജ് മാനേജ്മെന്റ് ടേക്സ് നെസസറി ആക്ഷൻസ് ടു ഇംപ്ലിമെന്റ് ദ സജഷൻസ് മെയ്ഡ് ബൈ ക്വാളിറ്റി സർക്കിൾ. അതായത് ക്വാളിറ്റി സർക്കിൾ ഉണ്ടാക്കിയിട്ടുള്ള സജഷൻസ് നടപ്പിൽ വരുത്താനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. പ്രോപ്പർ പബ്ലിസിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ സജഷൻസ് ഓഫ് ക്വാളിറ്റി സർക്കിൾ. അതായത് ക്വാളിറ്റി സർക്കിളിന്റെ സജഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്ത് പബ്ലിസിറ്റി കൊടുക്കണം. പബ്ലിസിറ്റി കൊടുക്കണം എന്ന് വെച്ചാൽ എന്താ? ഇന്ന ക്വാളിറ്റി സർക്കിളിൽ നിന്ന് കിട്ടിയതാണ് ഈ സജഷൻ എന്നുള്ള അക്നോളജ്മെന്റ് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് എന്താ ആ എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഇവർ ചെയ്തിരിക്കുന്ന കാര്യത്തിന് ഒരു അക്നോളജ്മെന്റ് കിട്ടുമ്പോൾ അവരെന്താ മെന്റലി മോട്ടിവേറ്റഡ് ആവും. അപ്പൊ അവർ ഇനി ഇതുപോലത്തെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. When the quality cycle process seems satisfactory in one area, the same is extended to other areas one by one. അതായത് ഏതെങ്കിലും ഒരു ഏരിയ ക്വാളിറ്റി സർക്കിൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മറ്റ് ഓർഗനൈസേഷന്റെ മറ്റു ഭാഗത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്യും. ഫൈനലി ഓൾ ഏരിയാസ് ഓഫ് ഓർഗനൈസേഷൻ ഹാവ് ദെയർ ഓൺ ക്വാളിറ്റി സർക്കിൾ. അവസാനവുമോ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയയിലും ക്വാളിറ്റി സർക്കിൾ ഉണ്ടായിരിക്കും. ഇനി എന്തൊക്കെയാണ് ക്വാളിറ്റി സർക്കിളിന്റെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ആദ്യത്തെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദ പീപ്പിൾ, ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജേഴ്സ് ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ക്വാളിറ്റി സർക്കിൾ ആൻഡ് സോ റെസിസ്റ്റ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അതായത് ആളുകൾക്കും തൊഴിലാളികൾക്കും എംപ്ലോയീസിനും മാനേജേഴ്സിനും എല്ലാം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെ ഒരു സിസ്റ്റമേ വേണ്ട, ക്വാളിറ്റി സർക്കിൾ വേണ്ട എന്നുള്ള തോന്നലാണെങ്കിൽ അപ്പോൾ ക്വാളിറ്റി സർക്കിൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും, മാനേജ്മെന്റ് ഹെസിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് മാനേജ്മെന്റിന്റെയും എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഹിൻഡ്രൻസ് ആണ്, ക്വാളിറ്റി സർക്കിളിനുള്ളൊരു ഹിൻഡ്രൻസ് ആണ്. പിന്നെ ലാക്ക് ഓഫ് എബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? The workers in India lack proper education and initiatives. So the workers' education program should be initiated to educate workers about quality circle. ഈ ഇന്ത്യയിലെ ആളുകൾക്കെല്ലാം ക്വാളിറ്റി സർക്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത്ര പരിചയമില്ല. അതായത് നമ്മൾ പറഞ്ഞത് ജാപ്പനീസ് മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇങ്ങനെ ഒരു ടെക്നിക്ക് ആദ്യം ഇന്ത്യയിലോട്ട് പരിചയപ്പെടുത്തണമെങ്കിൽ എംപ്ലോയീസിന് ഇതിന് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഓറിയന്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓറിയന്റേഷൻ ഇല്ലെങ്കിൽ ഈ ക്വാളിറ്റി സർക്കിൾ എന്നുള്ള ഒരു കാര്യം സക്സസ്ഫുൾ ആവില്ല. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഓറിയന്റേഷൻ കൊടുത്തിരിക്കണം. ഇനി ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ഓഫ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ ക്വാളിറ്റി സർക്കിൾ സക്സസ് ആവില്ല. The top management may not be committed to the concept of quality circle. So they do not allow the employees to hold periodical meetings of quality circle during the working hours. അതായത് ഈ ടോപ്പ് മാനേജ്മെന്റിന് ക്വാളിറ്റി സർക്കിൾ എന്നുള്ള കോൺസെപ്റ്റിലോട്ട് താല്പര്യമില്ലെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇവർ എന്താ ചെയ്യുക? എംപ്ലോയീസിനോട് പറയില്ല, ഇങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ മീറ്റിംഗ് കൂടണ്ട, ആ മീറ്റിംഗ് കൂടുന്ന നേരം കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ക്വാളിറ്റി സർക്കിളിന് ഒരു തടസ്സമാണ്, പ്രോബ്ലമാണ്, ഹിൻഡ്രൻസ് ആണ്. അതുപോലെ നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സജഷൻസ്. അതായത് ക്വാളിറ്റി സർക്കിളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സജഷൻ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് പറഞ്ഞു, പക്ഷെ ടോപ്പ് മാനേജ്മെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എങ്കിൽ എന്താവും? പിന്നീട് ഈ ക്വാളിറ്റി സർക്കിൾ സജഷൻസ് ഒന്നും പറയില്ല, അപ്പൊ അതോടെ അത് അവസാനിച്ചു പോകും. അതാണ് പറയുന്നത് നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സജഷൻസ്. ദ സജഷൻസ് ഓഫ് ഈച്ച് ക്വാളിറ്റി സർക്കിൾ ഷുഡ് ബി ഗിവൺ ഡ്യൂ വെയിറ്റേജ്. ഓരോ ക്വാളിറ്റി സർക്കിളിലെയും സജഷന് ആവശ്യമായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തിരിക്കണം.
ഇഫ് ദേ ആർ ലൈക്ലി ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ദേ മസ്റ്റ് ബി ഇംപ്ലിമെന്റഡ്. അതായത് ഇവർ ക്വാളിറ്റി സർക്കിളിലെ സജഷൻ മുഖേന ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമെങ്കിൽ തീർച്ചയായും ആ സജഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ദിസ് വിൽ ഇൻഡ്യൂസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് മെമ്പേഴ്സിനൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അവർക്ക് ഇനിയും കൂടുതൽ സജഷൻസ് പുട്ട് ഫോർവേഡ് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ക്വാളിറ്റി സർക്കിളിന്റെ പ്രോബ്ലംസ് പറഞ്ഞിരുന്നത്. ഇനി ഫൈനലി പറയുകയാണെങ്കിൽ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് മെഗ്രഗോസ് തിയറി വൈ ആണ്. നമ്മൾ തിയറി മെഗ്രഗോസിന്റെ തിയറി എക്സ് ആൻഡ് വൈ നോക്കിയിരുന്നു. അതിൽ തിയറി വൈയുടെ ഒരു വേറെ ഫോമാണ്. which argues that employees will enjoy and take pride in their work if they are given the right atmosphere and decision making authority. അപ്പോൾ ക്വാളിറ്റി സർക്കിളിന്റെ ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. എംപ്ലോയീസിന് ജോലി ചെയ്യാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതായത് അവർ പോസിറ്റീവാണ്, അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അതാണ് തിയറി വൈയിൽ മെഗ്രഗേഴ്സിന്റെ തിയറി വൈയിൽ പറഞ്ഞിരിക്കുന്നത്. ജൂൺ 2025 UGC നെറ്റ് കൊമേഴ്സിന്റെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കിക്ക് സ്റ്റാർട്ട് JRF നമുക്ക് JRF അച്ചീവ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടുകൂടി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. ഓരോ സബ്ജക്ട്സിനെയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്, ജനറൽ പേപ്പറിന് ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ ലഭ്യമാണ്. ലൈവായിട്ടും ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഡീൽ ചെയ്യുന്നു. യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.